മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. അമേരിക്കൻ ഫെഡ് റിസർവ് ചെയർമാൻ ബെൻ ബെർണാൻകെയുടെ പ്രസ്താവനയെ തുടർന്ന് ആഗോള വിപണികൾ, ആഗോള കറൻസികൾ, ഒപ്പം സ്വർണം ഇവയെല്ലാം വീഴുന്ന കാഴ്ചയാണ് കഴിഞ്ഞയാഴ്ച കണ്ടത്. ബെൻ ബെർണാൻകെ പറഞ്ഞത് 2014 പകുതിയോടുകൂടി സ്റ്റിമുലസ് പാക്കേജുകളെല്ലാം പിൻവലിക്കുകയാണ്, ബോണ്ട് വാങ്ങലെല്ലാം പിൻവലിക്കുകയാണ്. ഇത് കേട്ടതോടുകൂടി ആഗോള വിപണികളിൽ നിന്നെല്ലാം ധനം വലിയ രീതിയിൽ പിൻവലിക്കപ്പെടുകയും അത് അമേരിക്കൻ ഡോളറിലേക്കും അമേരിക്കൻ വിപണികളിലേക്കും മാറാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഓഹരി വിപണി ഇടിഞ്ഞത്. കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാനായി ഹെഡ്ജിക്യൂട്ടീസ് CEO എൻ ഭുവനേന്ദ്രൻ ചേരുന്നു. ഭുവനേന്ദ്രൻ, അമേരിക്കയുടെ ഒറ്റ ഒരു പ്രസ്താവനയുടെ പേരിൽ ഇത്രയധികം ലോകം ഇടിഞ്ഞു വീഴുന്ന അതുപോലെയുള്ളത് അതൊരു ശരിയായ കാര്യമാണോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇനി അമേരിക്ക എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഇതൊരു ഓവർ റിയാക്ഷൻ അല്ലായിരുന്നു? തീർച്ചയായിട്ടും വളരെ നാളുകളുടെ ഒരു ആശങ്കയായിരുന്നു QE3 വിഡ്രോ ചെയ്യുമോ എന്നുള്ള ആ ഒരു ന്യൂസ്. അത് ബെർണാങ്കി 2014 ഹാഫോട് കൂടി അത് വിഡ്രോ ചെയ്യാനുള്ള ഒരു സാധ്യത ഒരു അനൗൺസ്മെന്റ് വന്നു. ഗ്ലോബൽ കറൻസിയിലും ഗ്ലോബൽ മാർക്കറ്റിലും ഗോൾഡിലും എല്ലാം വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷൻ സംഭവിച്ചു. ഇത്രത്തോളം ഒരു പാനിക് സിറ്റുവേഷനിലേക്ക് പോകേണ്ട ആവശ്യം ശരിക്കില്ല. കാരണം ഒന്ന്, എന്തുകൊണ്ട് QE3 വിഡ്രോ ചെയ്യുന്നു? ഇക്കണോമിക് ഡാറ്റകൾ ബെറ്ററായി വരുന്നത് ഓവറോൾ ഇക്കണോമിയെ സംബന്ധിച്ച് ബെറ്ററാണ്. അത് ആ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ നല്ല ഷേപ്പിലേക്ക് മൂവ് ചെയ്യുന്നു എന്നുള്ളത് നല്ല സൈനായിട്ടാണ് ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റ് കാണേണ്ടത്. അതേസമയത്ത് മണി സപ്ലൈ സ്റ്റോക്ക് മാർക്കറ്റിൽ QE3 വിഡ്രോ ചെയ്യുമ്പോൾ മണിയുടെ സപ്ലൈ കുറയുമോ, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടുതലായിട്ട് വന്നിരിക്കുന്ന ഫണ്ട് തിരിച്ചു പോകുമോ എന്നുള്ളൊരു ആശങ്ക കൊണ്ടാണ് ഇത്രത്തോളം ഷാർപ്പായിട്ടുള്ള ഒരു ഫോൾ വന്നത്. ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ട് QE3 വിഡ്രോ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ശരിക്കും ഡിസ്കസ് ചെയ്യേണ്ടത്. എന്താണ് ബെറ്റർ ആയിട്ടുള്ള ഇക്കണോമിക് ഡാറ്റ വരുന്നു, അത് ഓവറോൾ അമേരിക്കൻ ഇക്കണോമി വളരെ ശക്തമായിട്ട് തിരിച്ചു വരുന്നതിന്റെ സൈനാണ്. ആ സൈൻ വരുമ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റ് അതിനോട് വളരെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. പക്ഷേ നേരെ നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്തു. നമ്മൾ പ്രതീക്ഷിച്ചതാണ്. വളരെ നാളുകളായിട്ട് വലിയൊരു പ്രതീക്ഷയായിരുന്നു ഇത് എന്തായിരിക്കും ഇതിന്റെ അനൗൺസ്മെന്റ് എന്നുള്ളത്. അത് സംഭവിച്ചു. അത് ഗ്ലോബലി തന്നെ വലിയൊരു സെൽ ഓഫ് വരാനുള്ള ഒരു കാരണവുമായി. പക്ഷേ ഇത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യക്ക് അനുകൂലമാണ്. ഏതായാലും ഭുവനേന്ദ്രൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊന്ന് സംഗ്രഹിച്ചുകൊള്ളട്ടെ. കാരണം QE3 ക്വാണ്ടിറ്റേറ്റീവ് ഈസിംഗ് 3 എന്ന് പറയുന്നത് അമേരിക്കൻ സർക്കാർ തന്നെ അവിടുത്തെ ബോണ്ടുകൾ അല്ലെങ്കിൽ കടപ്പത്രങ്ങൾ എല്ലാം വാങ്ങി, അല്ലെങ്കിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളെ എല്ലാം അങ്ങോട്ട് പണം നൽകി സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു സിസ്റ്റമായിരുന്നു ക്വാണ്ടിറ്റേറ്റീവ് ഈസിംഗ്. അത് 2 തവണ ചെയ്തു ഈ സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം. ഇത് മൂന്നാമത്തെ ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന വഴിയാണ് അടുത്ത വർഷത്തോടുകൂടി, അല്ലെങ്കിൽ ഈ വർഷം അവസാനത്തോടു കൂടിയും അടുത്ത വർഷം പകുതിയോടും കൂടിയും ഇത്തരം ഉത്തേജന പദ്ധതികളെല്ലാം പിൻവലിക്കുകയാണെന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ അമേരിക്കൻ സമ്പദ്ഘടന സ്വയം പര്യാപ്തമാവുന്നു എന്നതിന്റെ സൂചനയാണ്. ഇത് അങ്ങനെ അമേരിക്ക നന്നാവുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യക്കും വളരെ നല്ല കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അത് ഇന്ത്യക്കും നല്ല. കാരണം ഇത് ഇമ്മീഡിയറ്റ് ഇമ്പാക്ട് എന്താണെന്ന് വെച്ചാൽ ഈ പൈസ ഇവരുടെ ധനകാര്യ സ്ഥാപനങ്ങളുടെ കയ്യിലേക്ക് വരികയും അത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരികയും അപ്പോൾ കൂടുതൽ മണി സപ്ലൈ വരുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഓട്ടോമാറ്റിക് കുറച്ചൊരു ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യും. ഇത് വിഡ്രോ ചെയ്യുമ്പോൾ മണി സപ്ലൈ കുറയും. അതാണ് ഇപ്പോൾ ആക്ച്വലി സംഭവിച്ചത്. പക്ഷേ ലോങ് റണ്ണിൽ തീർച്ചയായിട്ടും ഇത് വളരെ നല്ലതാണ്. രണ്ടാമത് 2014 കൂടി ഇത് വിഡ്രോ ചെയ്യുള്ളൂ, ഹാഫോട് കൂടിയിട്ട്. അതിനു മുമ്പ് എക്കണോമി മോശമാകുകയാണെങ്കിൽ അത് വിഡ്രോ ചെയ്യാനുള്ള സാഹചര്യവുമില്ല. പക്ഷെ അതിനുവേണ്ടിയാണ് ഇത്രത്തോളം പാനിക് സിറ്റുവേഷൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. പണം അമേരിക്കയിലേക്ക് നീങ്ങുന്നു എന്ന് പറയുമ്പോൾ ഡോളർ കരുത്താർജിക്കും, രൂപയും പിന്നീട് എപ്പോഴെങ്കിലും ബാലൻസ് കണ്ടെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ പണം അമേരിക്കയിലേക്ക് നീങ്ങുന്നു, ഡോളർ ശക്തമാവുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും സ്വർണം താഴെ വന്നേ പറ്റൂ. പക്ഷേ ഇവിടെ ഒരു സൈൻ എന്താണെന്ന് വെച്ചാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എഫക്റ്റീവായിട്ട് മെഷേഴ്സ് എടുക്കാനുള്ള റിസർവ് കയ്യിലില്ല. ഒന്ന്, ഡോളർ വളരെയധികം ഡിമാൻഡ്, ഗോൾഡ്, ക്രൂഡ് ഓയിൽ, അതുപോലെ ഡിഫൻസിന്, അതുപോലെ ബാങ്കുകൾ, എക്സ്പോർട്ടേഴ്സിനെ സംബന്ധിച്ച് ഇത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതേസമയം നമ്മൾ വളരെയധികം ക്രൂഡ് ഓയിലും ഗോൾഡും അതുപോലെ തന്നെ ഡിഫൻസിന് വേണ്ടിയൊക്കെ വളരെയധികം കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെ ഡോളറിലാണ് കൺവേർഷൻ വരുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അടുത്ത് ഇല്ല. അതാണ് ഇപ്പോൾ ഈ 60യുടെ അടുത്ത് വരെ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇനി കുറച്ചും കൂടെ ഇമ്മീഡിയറ്റ് ഒരു റിക്കവറി വന്നാലും ലോങ് റണ്ണിൽ കുറച്ചും കൂടെ ഒരു 60-62 ലെവലിലേക്ക് എഗൈൻ പോകാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നത്. കാരണം ഗ്ലോബലി തന്നെ ഈ ഡോളറിനൊരു സ്ട്രെങ്ത് വന്നിട്ടുണ്ട്, ഗ്ലോബൽ കറൻസിക്ക് എല്ലാം എഗൻസ്റ്റ് ആയിട്ട്. അത് ഇന്ത്യക്ക് മാത്രം അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ഗവൺമെന്റിന് എനിക്ക് തോന്നുന്നില്ല അത്ര ശക്തമായിട്ടുള്ള മെഷേഴ്സ് എടുത്ത് പിടിച്ചു നിർത്താൻ സാധിക്കുമെന്നും തോന്നുന്നില്ല. നമുക്ക് ഏതായാലും നിഫ്റ്റി കഴിഞ്ഞ വാരങ്ങളിൽ പറഞ്ഞിരുന്ന ലെവലുകൾ, മാർക്കറ്റ് വാച്ച് പറഞ്ഞിരുന്ന ലെവലുകൾ ഏതാണ്ട് അറ്റൈൻ ചെയ്തു കഴിഞ്ഞു. ഒപ്പം സ്വർണത്തിന്റെ കാര്യവും ഭുവനേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇവിടെ സ്വർണം നമ്മളെ
സംബന്ധിച്ച്, ഇന്ത്യക്കാരെ സംബന്ധിച്ച് ആ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. കാരണം റുപ്പി ഇത്രത്തോളം ഡിപ്രീഷിയേറ്റ് ചെയ്ത് പോയതുകൊണ്ട് ഗ്ലോബലി ഇത്രയും വലിയ ഷാർപ്പായിട്ടുള്ള ഫോൾ ഗോൾഡിൽ വന്നെങ്കിലും അതിന്റെ ബെനിഫിറ്റ് എടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. രണ്ടാമത് നിഫ്റ്റി നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞതാണ്, ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റിന്റെ മൂവിംഗ് റേഞ്ച് ഞാൻ നെക്സ്റ്റ് വീക്ക് പറഞ്ഞതുപോലെ തന്നെ 5500 ടു ഡൗൺ സൈഡ് ഇമ്മീഡിയറ്റ് സപ്പോർട്ടും 5900 850 900 എന്ന് പറയുന്നതാണ് ഒരു ഇമ്മീഡിയറ്റ് ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോകണമെങ്കിൽ സെൻട്രൽ മിനിസ്ട്രി എന്തെങ്കിലും വളരെ ശക്തമായിട്ടുള്ള റിഫോംസുമായിട്ടുള്ള അനൗൺസ്മെന്റ് വരണം. അതുപോലെ FISന്റെ ഹ്യൂജ് വിഡ്രോവൽ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വരുന്നു. ഇതൊക്കെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഷോർട്ട് ടൈം വളരെ നെഗറ്റീവാണ്. മൺസൂൺ വളരെ ബെറ്റർ ആയിട്ടുള്ള മൺസൂൺ വരുന്നു, അതേ സമയത്താണ് റുപ്പി ഇത്രത്തോളം ഡിപ്രീഷിയേറ്റ് ചെയ്തു പോകുന്നത്. അതൊരു ഭാഗത്ത് ന്യൂട്രലൈസ് ചെയ്ത് പോയി. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് മാർക്കറ്റിൽ ഒരു ഷാർപ്പായുള്ള റാലിക്കുള്ള സാധ്യത വളരെയധികം കുറവാണ്. പ്രത്യേകിച്ചും ഈ രൂപ ഇടിയുമ്പോൾ നമ്മുടെ കറണ്ട് അക്കൗണ്ട് കമ്മി കൂടും എന്നതുമായിരിക്കാം ഒരുപക്ഷെ വിദേശ ധനസ്ഥാപനങ്ങൾ ഇങ്ങനെ വിറ്റഴിഞ്ഞ് പോകുന്നത്. രണ്ട് ഓഹരികൾ, സൗത്ത് ഇന്ത്യൻ ബാങ്ക് വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം വളരെ ഷാർപ്പായിട്ടൊരു സെല്ലിംഗ് കണ്ടു. ഒപ്പം കർണാടക ബാങ്ക്, എന്താണ് ഇതിൽ സംഭവിക്കുന്നത്? ഈ രണ്ട് ബാങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെന്റൽ സൈഡിൽ ഈ ബാങ്കിന് ഒന്നും സംഭവിച്ചിട്ടില്ല. അതേസമയത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഓഫ് ലോഡിംഗ് ആ സ്റ്റോക്കിൽ വന്നതാണ്. ലാസ്റ്റ് മൂമെന്റ് ആണ് വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിലും കർണാടക ബാങ്കിലും സംഭവിച്ചത്. ഫണ്ടമെന്റലി സ്റ്റോക്ക് സൗണ്ടാണ്. എനിക്ക് തോന്നുന്നു അടുത്ത് കുറച്ചുകൂടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ല് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി ഈ കറക്ഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അടുത്ത കറക്ഷനോടുകൂടി ഈ സ്റ്റോക്കിൽ ഫർദർ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. നമുക്ക് കോമൺ ആയിട്ടുള്ള ചോദ്യം എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. അജേഷ്, നിരഞ്ജന നായർ, മോഹനൻ നായർ, ഇവരുടെ കോമൺ ആയിട്ട് എല്ലാവരും തന്നെ ചോദിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട ഓഹരികൾ, പ്രത്യേകിച്ചും റിലയൻസ്, SBI, L&T, ടാറ്റ സ്റ്റീൽ, ഹിൻഡാൽകോ, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയ ഓഹരികൾ, പ്രധാനപ്പെട്ട ഓഹരികൾ, ഇവയുടെ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും. സ്റ്റോക്ക് എല്ലാ സ്റ്റോക്കുകളും ഒരു സപ്പോർട്ട് സോണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു ഫോളോയോട് കൂടി ഈ സ്റ്റോക്കിലൊക്കെ തന്നെ ഒരു എൻട്രി അഡ്വൈസബിൾ ആണ്. ഇതിൽ ഹിൻഡാൽകോ നമ്മൾ വളരെ ഒരു കറക്ഷനുള്ള സാധ്യത പറഞ്ഞതാണ്. അടുത്തൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് 90 and 84 ആണ്. 84 ലാസ്റ്റ് എനിക്ക് ഒരു 2 months ബാക്ക് 84 ടാർഗറ്റ് പറഞ്ഞിരുന്നു. എന്നാൽ ആ ഒരു ലെവലിൽ എത്താതെ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി സ്റ്റോക്കിൽ വന്നു. അഗൈൻ 90 and 84, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 84 എത്താനുള്ള ഒരു സാധ്യത കൂടുതലാണ് മാർക്കറ്റിൽ കാണുന്നത്. എന്തായാലും രണ്ട് ലെവൽ, ഒന്ന് 90 വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. 90 ലെവൽ ഒരു എൻട്രി പോയിന്റ് തന്നെയാണ് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ. മാർക്കറ്റ് എത്ര കറക്റ്റ് ചെയ്താലും വൺ സൈഡ് മൂവ്മെന്റ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് കറക്ഷൻ സംഭവിക്കും, അതിൽ നിന്നും ഒരു പുൾ ബാക്ക് സംഭവിക്കും. ആ പുൾ ബാക്കിൽ റിലീഫ് റാലിയിൽ നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറുക എന്നുള്ള സ്ട്രാറ്റജിയാണ് അടുത്തൊരു 2-3 മാസത്തേക്ക് ഈ ഒരു സ്ട്രാറ്റജി അഡാപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം വീണ്ടും മാർക്കറ്റിൽ വളരെ ഷാർപ്പായുള്ള ഒരു പുൾ ബാക്ക് ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഹിൻഡാൽകോ ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. വാല്യുവേഷൻ വളരെ ഫെയർ അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് വാല്യൂയിലേക്ക് സ്റ്റോക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. 90 and 84 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 115 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ടാറ്റ സ്റ്റീലാണ്. ടാറ്റ സ്റ്റീൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 270 and 254 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 270 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും 254 255 ലെവലിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യാം. അതൊരു ഫൈനൽ എൻട്രി പോയിന്റ് ആണ്. ആ ലെവലിൽ നിന്ന് വീണ്ടും റിക്കവറി വരാം. അപ്പോൾ ടാറ്റ സ്റ്റീൽ നിക്ഷേപകരെ സംബന്ധിച്ച് അവരുടെയൊക്കെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് പലരും ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ മെറ്റൽ സെക്ടർ കഴിഞ്ഞ 3 മാസമായിട്ട് മാർക്കറ്റ് വാച്ച് അഡ്വൈസ് ചെയ്യുന്നതാണ് മെറ്റൽ സെക്ടറിൽ ഒരു ബൈ അഡ്വൈസബിളിൽ ഓരോ റിലീഫ് റാലിയിൽ എക്സിറ്റ് ചെയ്ത് മാറുക. ഇപ്പോൾ ടാറ്റ സ്റ്റീലൊക്കെ 325 ലെവൽ എക്സിറ്റ് മാർക്കറ്റ് വാച്ച് തന്നെ പറഞ്ഞാണ്. അപ്പോൾ മാർക്കറ്റ് വാച്ച് എന്ന പ്രോഗ്രാമും അതുപോലെ തന്നെ ടെക്നിക്കൽ മൂവ്മെന്റും തീർച്ചയായിട്ടും സ്റ്റോക്കിന്റെ മൂവ് ചെയ്യണം. സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർ ആ ഒരു ലെവൽ വരുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ, അതെങ്കിൽ ലോസ് ബുക്ക് ചെയ്യാനുള്ള ഒരു കറേജ് കാണിക്കുക. ട്രെൻഡ് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ ലോസ് ബുക്ക് ചെയ്ത് മാറുക. സെയിം സ്റ്റോക്ക് തന്നെ നമുക്ക് ലോവർ ലെവലിൽ നിന്ന് മേടിക്കാൻ സാധിക്കും. ആ ഒരു സ്ട്രാറ്റജി തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള ദിവസം അടുത്തൊരു 3-4 മാസത്തേക്ക് ഈ റിലീഫ് റാലിയിൽ എക്സിറ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും അഡ്വൈസബിൾ. വൺ സൈഡ് ഒരു റാലിക്കുള്ള സാധ്യത വളരെയധികം കുറവാണ്. അതുപോലെ തന്നെ വൺ സൈഡ് ഷാർപ്പായിട്ടുള്ള ഒരു ഫാളിനുള്ള സാധ്യതയും വളരെയധികം കുറവാണ്. ചില അനൗൺസ്മെന്റുകളുടെ അടിസ്ഥാനത്തിൽ മാർക്കറ്റിൽ മൂവ്മെന്റ് സംഭവിക്കാം. ദെൻ ടാറ്റ സ്റ്റീൽ 310 വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ അതൊരു എക്സിറ്റ് പോയിന്റ് തന്നെയാണ്. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 1950. ഈ സ്റ്റോക്ക് എനിക്ക് തോന്നുന്നു ഇത്രത്തോളം നിഫ്റ്റിയിൽ ഫോൾ സംഭവിച്ചാലും ഫ്രൈഡേ ഈവനിങ് മാത്രമാണ് 2000 ബിലോയിലേക്ക് ഷാർപ്പായിട്ടുള്ളൊരു ഫോൾ വന്നത്. ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുകൊണ്ട് അടുത്തൊരു കറക്ഷൻ 1950 ആണ്. ആ 50 ലെവൽ സപ്പോർട്ട് ലഭിച്ച് ഒരു റിക്കവറി വരാൻ തന്നെയാണ് സാധ്യത. അതൊരു ഫസ്റ്റ് എൻട്രി ലെവലാണ്. വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ 1800 എന്ന് പറയുന്ന ലെവൽ വരെ പോകാം. അതൊരു ഫൈനൽ ബൈയിങ് ലെവലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച്. വാല്യുവേഷൻ വളരെ ഫെയർ വാല്യൂയിലേക്ക് വരും. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു എൻട്രി പോയിന്റ് തന്നെയാണ് ആ ഒരു ലെവൽ.
2280 ആണ് അടുത്ത മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറി സംഭവിക്കുകയാണെങ്കിൽ 2280 എന്ന് പറയുന്ന ലെവൽ വരെ ഷാർപ്പായിട്ടുള്ള ഒരു പുൾ ബാക്ക് സംഭവിക്കും. ആ ഒരു ലെവൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ എക്സിറ്റ് പോയിന്റ് ആയിട്ടും കൺസിഡർ ചെയ്യുക. ദെൻ ടാറ്റ മോട്ടോഴ്സ് ആണ്. ടാറ്റ മോട്ടോഴ്സ് ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. ആ സ്റ്റോക്കും 274 260 ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ മൂവ്മെന്റ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ 260 വരെ പോകാനുള്ള സാധ്യത കൂടുതലാണ് ടാറ്റ മോട്ടോഴ്സിൽ. അത് 274 ലെവൽ ട്രേഡേഴ്സിനെ സംബന്ധിച്ചൊരു ഓപ്പർച്യൂണിറ്റി ലഭിക്കാൻ 274 ലെവൽ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. ആ ഒരു ലെവൽ സപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ അഗൈൻ ആ ഒരു ലെവൽ ഒരു ബൈ അഡ്വൈസബിൾ ആണ്. ഒരു ടു സ്റ്റേജ് ബൈയിങ് എന്ന് പറയുന്നത് 274 ആൻഡ് 260 രണ്ട് മേജർ സപ്പോർട്ട് ലെവൽ തന്നെയാണ്. അതൊരു എൻട്രി പോയിന്റ് തന്നെയാണ്. 320 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് അഗൈൻ വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. നമുക്കറിയാം ലാസ്റ്റ് 2 എപ്പിസോഡ് മുമ്പ് 320 ഒരു ടാർഗറ്റ് പറഞ്ഞു. 320 ലെവൽ വന്നതിന് ശേഷമാണ് ഇപ്പോഴത്തെ ഈ ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ എപ്പോഴും ഓപ്പർച്യൂണിറ്റി ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ലഭിക്കുന്ന ടാറ്റ മോട്ടോഴ്സ് ആണെങ്കിലും മാരുതി ആണെങ്കിലും L&T ആണെങ്കിലും എല്ലാ സ്റ്റോക്കിലും വളരെ നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് ട്രേഡേഴ്സിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചും ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി നൽകുന്ന ഒരു മാർക്കറ്റാണിത്. അതുകൊണ്ട് ഷാർപ്പ് ഫോൾ വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക, ആ റിലീഫ് റാലിയിൽ എക്സിറ്റ് ചെയ്യുക. ചിലപ്പോൾ ഒരു മാസം നമ്മൾക്ക് ചിലപ്പോൾ 1-2 ട്രേഡ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഡേ ട്രേഡിംഗ് അഡ്വൈസബിൾ അല്ല. അതേസമയത്ത് ഫണ്ടമെന്റലി സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഷാർപ്പായിട്ടുള്ള ഫോൾ വരുമ്പോൾ അതല്ലെങ്കിൽ നമ്മളിപ്പോൾ 350 അല്ലെങ്കിൽ 390 ലെവൽ ടാറ്റ സ്റ്റീൽ എൻ്റർ ചെയ്തു, എഗൈൻ 255 ലെവൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സ്റ്റോക്ക് നമ്മൾ ആവറേജ് ചെയ്യണം. ദെൻ റിലീഫ് റാലി 300 ലെവലിലേക്ക് വരുമ്പോൾ നമ്മളത് എക്സിറ്റ് ചെയ്ത് മാറുക. അപ്പോൾ പഴയ സ്റ്റോക്കിൻ്റെ ആവറേജ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ കുറച്ച് പേഷ്യൻസ് കാണിക്കുക. ദെൻ ലാർസൺ ആൻഡ് ടൂബ്രോ ആണ് 1380 1260. ഇപ്പോഴത്തെ രീതിയിൽ ഇമ്മീഡിയറ്റ് 1260 വരാൻ സാധ്യതയില്ല. അതേസമയത്ത് ലോങ് റണ്ണിൽ എനിക്കൊന്ന് അടുത്തൊരു 3 മാസത്തിനുള്ളിൽ ചിലപ്പോൾ 1260 എന്ന് പറയുന്ന ലെവൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇമ്മീഡിയറ്റ് സ്റ്റോക്കിൽ വരാവുന്നൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് 1380 ആണ്. അപ്പോൾ ഞാനിപ്പോൾ 1260 വരാനുള്ള ഒരു പോസിബിലിറ്റി പറയുമ്പോൾ എന്നാൽ ആ ഒരു ലെവൽ വരുമ്പോൾ മേടിക്കാം എന്ന് വിചാരിച്ചിരുന്നാൽ ചിലപ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടും. അതുകൊണ്ടാണ് വളരെ ഷാർപ്പായിട്ട് ഫോൾ വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക, റിലീഫ് റാലി എക്സിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു പേഷ്യൻസോട് കൂടി നമ്മൾ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ 1260 ലഭിക്കാം. പക്ഷേ അത് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് എക്സ്റ്റേണലായിട്ട് സംഭവിക്കുന്ന ഇപ്പോൾ ഗ്ലോബലി തന്നെ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് പോലും ഇന്ത്യയിലെ L&Tയിലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലൊക്കെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് കിട്ടുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജിയാണ് നല്ലത്. ഇതിൽ L&T 1580 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. മറ്റൊരു കോമൺ ആയിട്ട് തന്നെ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് V-Guard, മണപ്പുറം, മുത്തൂറ്റ് ഫിനാൻസ്, കേരളത്തിൽ നിന്നും ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക് എല്ലാം നല്ല ഓഹരികൾ തന്നെ, എല്ലാം താഴേക്ക് പോയിരിക്കുകയാണ്. പക്ഷെ അതിൽ തന്നെ മണപ്പുറം ഒരല്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരല്പം കോഷൻ അഡ്വൈസ് ചെയ്ത ഒരു സ്റ്റോക്കുമാണ്. ഇപ്പോഴത്തെ വാല്യൂഷൻ മണപ്പുറം ഫൈനാൻസിൽ ഇതിൻ്റെ ഒരു പ്രൈസ് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ 11 രൂപ, സപ്പോർട്ട് ലെവൽ ടെക്നിക്കലി 9 രൂപ ഈ ലെവലിലേക്ക്. പക്ഷേ ഒരു വാല്യൂഷൻ എനിക്ക് തോന്നുന്നു ഒരു 12 to 14 ബിറ്റ്വീൻ ഈ ഒരു ലെവലിൽ ആ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. കുറച്ച് ഇഷ്യൂസ് ഇപ്പോഴും മണപ്പുറം ഫൈനാൻസിൽ നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഈ കറക്ഷൻ വന്നത്. പക്ഷേ ഈ 12-നും 14-നും ഇടയ്ക്ക് ആ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടെക്നിക്കലി നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയാൽ 11 രൂപയാണ് മേജറായിട്ടുള്ളൊരു സപ്പോർട്ട് സോണായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. പക്ഷേ അത് ഒരു ഇൻവെസ്റ്റേഴ്സ് നോക്കേണ്ട ഒരു പേഷ്യൻസ് ആ സ്റ്റോക്കിൽ കാണിക്കുക എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ് നല്ലത്. ദെൻ V-Guard 450 420. V-Guard ഒരു ഫെയർ വാല്യൂവിലാണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് കാണുന്നത്. 450 and 420. അപ്പോൾ V-Guard നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് അതോടൊപ്പം തന്നെ V-Guard ഹോൾഡ് ചെയ്യുന്നവർക്ക് ഫിനോലെക്സും നല്ലൊരു ചോയ്സ് തന്നെയാണ്. വാല്യൂ ഒരു ഡിസ്കൗണ്ട് വാല്യൂയിലാണ് ഫിനോലെക്സ് ഇപ്പോൾ ട്രേഡിങ് നടക്കുന്നത്. അപ്പോൾ ഈ 2 സ്റ്റോക്കും അഡ്വൈസബിൾ ആണ്. ദെൻ നമുക്ക് ICICI ബാങ്കും ആക്സിസ് ബാങ്കും ഈ 2 സ്റ്റോക്കും വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ നേരിട്ടു. എഗെയിൻ എനിക്ക് തോന്നുന്നു ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുകയാണെന്ന് തോന്നുന്നു. 1000 ബിലോയിലേക്ക് ICICI ബാങ്ക് പോകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആക്സിസ് ബാങ്ക് 1200 ആണ് അടുത്തൊരു സപ്പോർട്ട് ലെവലായിട്ട് വരുന്നത്. അതൊരു ഫെയർ വാല്യൂ പോയിന്റ് തന്നെയാണ് 1090. അപ്പോൾ ഈ 2 ലെവൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 1320 ആണ് ഷോർട്ട് ടൈം ഒരു വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. എനിക്കൊന്ന് ആ ഒരു ലെവൽ ഒരു എക്സിറ്റ് പോയിന്റ് ആണ് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ. ദെൻ ICICI ബാങ്ക് അഗൈൻ 1944. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ 2 ലെവലും വരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾക്കറിയാം ഈ ഓപ്പർച്യൂണിറ്റി മിസ്സാകാതിരിക്കാൻ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം ഒരു 2 മാസം മുമ്പ് 1000 ലെവൽ വന്നതിന് ശേഷമാണ് 1300 ലെവലിനടുത്തേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്ത് എഗൈൻ നമ്മുടെ മുന്നിലേക്ക് ഓപ്പർച്യൂണിറ്റി ലഭിക്കുകയാണ്. 1000 ലെവൽ അടുത്തൊരു എൻട്രി പോയിന്റ് ആണ്. പക്ഷേ 1000 ലെവൽ വളരെ ക്ലോസ് ആയിട്ട് തന്നെ വാച്ച് ചെയ്യണം. ആ ഒരു ലെവൽ സപ്പോർട്ട് ലഭിച്ചില്ലെങ്കിൽ 980 അത് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ടാണ്.
ദെൻ ഫൈനലി വരാവുന്ന ഒരു പോയിന്റ് 944, അതൊരു ഫൈനൽ ബൈയിങ് പോയിന്റ് തന്നെയാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ആ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുക. ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക് ഒക്കെ തന്നെ ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. 1110 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന, ICICIയിൽ വരാവുന്ന ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ദെൻ വിഗാർഡ് 450, 420 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 530 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. വിഗാർഡ് എക്സ്പോഷർ ഉള്ളവർ എനിക്ക് തോന്നുന്നു കുറച്ച് ഫിനോലെക്സും ഒരു കമ്പൈൻഡ് എക്സ്പോഷർ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ദെൻ മുത്തൂറ്റ് ഫൈനാൻസ് ആണ് 114 and 102. സെയിം മണപ്പുറം പോലെ അത്രത്തോളം ഇഷ്യൂ ഇല്ലെങ്കിലും ഈ ഒരു സെഗ്മെന്റിൽ കുറച്ചൊരു നെഗറ്റീവ് നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഈ സ്റ്റോക്കിൽ കറക്ഷൻ വരുന്നത്. അപ്പോൾ അടുത്തൊരു 114 and 102 രണ്ട് മേജർ സപ്പോർട്ട് ലെവലാണ്. 149 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഈ 149 എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എക്സിറ്റ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സ്റ്റോക്ക് താഴെ വരുമ്പോൾ ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുക, ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ. ഇതിൻ്റെ ഈ സ്റ്റോക്കുകളെല്ലാം ഫണ്ടമെന്റലി ഇപ്പം മണപ്പുറം, അതുപോലെ തന്നെ ആക്സിസ് ബാങ്ക്, ICICI, വിഗാർഡ്, മുത്തൂറ്റ് ഫണ്ടമെന്റലി സ്റ്റോക്കുകളൊക്കെ തന്നെ വളരെ സൗണ്ടാണ്. ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് വാല്യുവേഷൻ ഈ സ്റ്റോക്കുകളിലൊക്കെ തന്നെ വളരെ ഫെയർ വാല്യൂയിൽ വന്നു. കഴിഞ്ഞ 6200 നിന്നും മാർക്കറ്റ് 5700 വന്ന് നിൽക്കുമ്പോൾ ഓൾമോസ്റ്റ് 25-30% കറക്ഷൻ എല്ലാ സ്റ്റോക്കിലും സംഭവിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ വാല്യുവേഷൻ ഫെയർ ആണെന്ന് പറയുന്നത്. ഫർദർ ഒരു കറക്ഷൻ കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. അതിൽ വീണ്ടും ആ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. മറ്റൊന്ന് ഇതിനോടൊപ്പം ചോദിക്കേണ്ടത് പൊതുമേഖലാ ബാങ്കായ ബാങ്ക് ഓഫ് ബറോഡ, അത് തുടർച്ചയായി ഏതാണ്ട് 4-5 ദിവസം കറക്ഷൻ അതങ്ങ് വളരെ സ്റ്റീപ്പായിട്ടുള്ള ഒരു കറക്ഷൻ. അതുപോലെ തന്നെയായിരുന്നു അത് കയറിയതും. ഒരു ദിവസം 25 രൂപ വെച്ച് ഉയർന്നിരുന്ന ഒരു സ്റ്റോക്ക് ഏതാണ്ട് 700 രൂപ ലെവൽ വരെ പോയി. അവിടെ നിന്നും തുടർച്ചയായി 4-5 ദിവസങ്ങൾ കൊണ്ട് ഇപ്പോൾ ഏതാണ്ട് 550 ലെവലുകളിൽ വരെ താഴ്ന്നിരിക്കുന്നു. ഇത് സനൽ, ഇത് ഓപ്പറേറ്റർ ഡ്രിവൺ ആണ് ഈ സ്റ്റോക്ക്. നമ്മൾ ഈ സ്റ്റോക്കിൽ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തെങ്കിലും ഒരു ചെറിയ ന്യൂസ് വരുമ്പോൾ ഇതിൽ നമ്മൾ അറിയാത്ത കുറേ അധികം കാര്യങ്ങളുണ്ട്. ഈ ഓപ്പറേറ്റർ ഡ്രിവൺ മാർക്കറ്റിൽ വളരെ വലിയൊരു ഹ്യൂജ് ഫണ്ട് പമ്പ് ചെയ്യുകയാണ് ഈ സ്റ്റോക്കിലേക്ക്. അപ്പോൾ ഒരു സമയത്തൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എല്ലാം കൂടി അതിന് പുറകെ പോവുകയും ഈ സ്റ്റോക്ക് വളരെ ഹയർ ലെവലിലേക്ക് പോകും. ദെൻ ഓഫ് ലോഡിങ് വരുമ്പോൾ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനോ FISO ഓഫ് ലോഡ് ചെയ്യുമ്പോൾ ഇത് ഇതേപോലെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിക്കും. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇങ്ങനെയുള്ള സ്റ്റോക്കിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മളുടെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ 700-ലായിരിക്കും. പിന്നെ ഒരു എക്സിറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ട് ഒരു കോഷ്യസ് അപ്രോച്ച്, വളരെ ഷാർപ്പായിട്ട് ഫോളോ ചെയ്യുന്ന സ്റ്റോക്കിന് പുറകെ പോകാതിരിക്കുക എന്നുള്ളതാണ്. ഈ വിദേശ ധനസ്ഥാപനങ്ങൾ ഇക്കുറി ഏതാണ്ട് തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തന്നെ വലിയ അളവിൽ ഷോർട്ട് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. ഒരുപക്ഷെ അവർക്ക് വലിയ ലാഭവും, മുൻകാലങ്ങളിൽ അവർക്ക് അത്ര ലാഭം ഉണ്ടായതായി കാണുന്നില്ല. കാരണം അവർ വാങ്ങി സൂക്ഷിച്ചു. അത്ര മികച്ച ലാഭങ്ങൾ പല കമ്പനികളും, നമുക്കറിയാം ഓപ്റ്റോ സർക്യൂട്ട്സിൻ്റെയൊക്കെ ഉദാഹരണം. പക്ഷേ ഇത്തവണ അവർ നിഫ്റ്റി ആണെങ്കിലും മറ്റ് പ്രധാനപ്പെട്ട ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ പോലെയുള്ള ഓഹരികളിൽ വലിയ ഷോർട്ട് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. തീർച്ചയായും അത് സത്യമാണ്. ഇപ്പം പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിഫ്റ്റിയിലും ഓപ്ഷൻസിലും സ്റ്റോക്ക് ഫ്യൂച്ചറിലൊക്കെ ഇവർ ആക്റ്റീവാണ്. അപ്പോൾ ഇവരുടെ ആക്ച്വൽ ഫിഗർ എന്താണ്? ക്യാഷ് മാർക്കറ്റിൽ ബൈയിങ് നടത്തുമ്പോൾ ഇവർ നിഫ്റ്റി ഓപ്ഷൻ ബൈയിങ് നടത്തും, അല്ലെങ്കിൽ പുട്ട് മേടിക്കുന്നു, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ സെല്ലിംഗ് നടത്തുന്നു. അപ്പോൾ ഒരു റിയൽ പിക്ചർ ഒരിക്കലും നമുക്ക് ലഭിക്കില്ല. ഇവരൊരു ഹ്യൂജ് ഷോർട്ട് പൊസിഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇത്രത്തോളം ഷാർപ്പായിട്ടുള്ള ഫോൾ വരാനുള്ള ഒരു കാരണം അത് തന്നെ. ഇപ്പോൾ FIS ഇന്ത്യൻ മാർക്കറ്റിൽ ആക്റ്റീവ് അല്ല. FIS ഇന്ത്യൻ മാർക്കറ്റിൽ ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ മാർക്കറ്റിൽ ഒരു റൈഡ് വരാനുള്ള സാധ്യതയും കാണുന്നുള്ളൂ. ഇത് ഇപ്പോഴത്തെ നിലവാരത്തിൽ അത് അത്ര ഒരല്പം കൂടി കഴിഞ്ഞ് താമസിക്കും. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അടുത്ത ഇതിനൊരു റിക്കവറി, ഒരു പെയിൻ സംഭവിച്ചു, അതിൽ നിന്ന് റിലീഫ് കിട്ടണമെങ്കിൽ അടുത്തൊരു 3-4 months എങ്കിലും എനിക്കൊന്ന് കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കണം. 3-4 months എന്ന് പറയുന്നത് ഒരുപക്ഷെ അടുത്ത ഇലക്ഷൻ വരെ എന്ന് നമ്മൾ നീട്ടിയെടുത്താൽ ഒരുപക്ഷെ ഈ ഇലക്ഷൻ വരെ ഏതാണ്ട് ഇങ്ങനെയൊക്കെ നീങ്ങാനല്ലേ സാധ്യത? അല്ല, എനിക്കൊന്ന് 3-4 months കഴിയുമ്പോൾ എന്തായാലും ഇക്കണോമിയിൽ ഒരു മാറ്റം സംഭവിക്കാനും ഗ്ലോബലി തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു റാലി സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത, ഒരു റിലീഫ് റാലിയെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 6800 വരെയെങ്കിലും മാർക്കറ്റ് പോകും എന്നൊരു സ്ട്രോങ് ബിലീഫ് എനിക്കുണ്ട്. ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ അല്ലെങ്കിൽ 5200, അപ്പോൾ അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് ചിലപ്പോൾ 5200 വരെ മാർക്കറ്റ് പോകാം. അതിനുള്ള പോസിബിലിറ്റി ഇപ്പോൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതേസമയത്ത് 5200 വരട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഏതെങ്കിലും സമയത്ത് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് വന്നാൽ മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള പുൾ ബാക്ക് ലഭിക്കും. അതുകൊണ്ട് ഓരോ ഡിപ്പും ഇൻവെസ്റ്റ്മെന്റ് നടത്തുക, റിലീഫ് റാലിയിൽ എക്സിറ്റ് ചെയ്ത് മാറുക എന്നുള്ളതാണ് നല്ലത്. നന്ദി ഭുവനേന്ദ്രൻ. തീർച്ചയായും നമ്മൾ നേരത്തെ പരിശോധിച്ചതുപോലെ ധാരാളം ബാങ്കിംഗ് ഓഹരികൾ വലിയ അളവിൽ താഴേക്ക് വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 2000 രൂപയ്ക്ക് താഴെ എത്തിയിരിക്കുന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് 20 രൂപയുടെ ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, നേരത്തെ സൂചിപ്പിച്ച ബാങ്ക് ഓഫ് ബറോഡ, ഏകദേശം 4-5 ബാങ്കുകൾ തന്നെ വളരെ താഴ്ന്ന നിലവാരത്തിൽ അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യുവേഷനിൽ, അതിൻ്റെ കൃത്യമായ വാല്യുവേഷനിൽ വന്നിട്ടുണ്ട്. ഇനി താഴേക്ക് പോകുമായിരിക്കാം, ചിലപ്പോൾ പോവില്ലാതിരിക്കാം. പക്ഷേ എങ്കിൽ പോലും ഈ ലെവലുകൾ വളരെ ഐഡിയൽ
വോളറ്റൈലായിട്ടുള്ള എൻട്രി നടത്താൻ പറ്റിയ ലെവലുകളായിട്ട് വേണം നമുക്ക് കണക്കാക്കാൻ. ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം റിലയൻസിൻ്റെ ഒരു റെസിലിയൻസ് ആണ്. കാരണം റിലയൻസ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റ് ഇത്രയും ഇടിഞ്ഞപ്പോൾ പോലും റിലയൻസ് ആ 800-ന്റെ നിലവാരം അത് അധികം താഴേക്ക് പോവാതെയും അല്ലെങ്കിൽ ആ 800-ന്റെ നിലവാരം സൂക്ഷിക്കുന്നത് കാണുന്നു. ഇത് സൂചിപ്പിക്കുന്നത് റിലയൻസ് ശക്തമായ ഒരു തിരിച്ചുവരവിന് കളമൊരുങ്ങുന്നു എന്നത് തന്നെയാണ്. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.